പുൽപ്പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പുൽപ്പള്ളിയിൽ വലിയ പ്രതിഷേധമാണ്. പോളിന്റെ മൃതദേഹവുമായി നാട്ടുകാർ പ്രതിഷേധിക്കുകയായിരുന്നു. ഇപ്പോൾ വനം വകുപ്പിന്റെ വാഹനം തടഞ്ഞുള്ള പ്രതിഷേധമാണ് കാണുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി പുൽപ്പള്ളിയിൽ. അവിടെ വലിയ ജനരോഷത്തിനാണ് അവർ ഇപ്പോൾ വിധേയരാകുന്നത്. നാട്ടുകാർ വാഹനം തടഞ്ഞ് പ്രതിഷേധിക്കുകയാണ്. ദൃശ്യങ്ങളിലേക്ക് രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാഹുല്, എന്താണ് നടക്കുന്നത്? എന്താണ് വിവരങ്ങൾ? വേണു, ഈ പ്രതിഷേധം നടക്കുന്നതിന് തൊട്ടരികിലായിരുന്നു വനം വകുപ്പിന്റെ വാഹനം കിടന്നിരുന്നത്. ഈ വനം വകുപ്പ് തങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല, നോക്കുകുത്തിയായി നിൽക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ആളുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായത്. വാഹനത്തിൽ ഉണ്ടായിരുന്ന വനം വകുപ്പ് ജീവനക്കാരുമായി ഇവർ സംസാരിച്ചു. ഈ പ്രദേശത്ത് നിന്നും പോകണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അവർ ഇവിടെ നിന്നും പോകാൻ തയ്യാറായില്ല. അതോടെയാണ് ജനങ്ങൾ പ്രകോപിതരായത്. അവരോട് കയർത്ത് സംസാരിക്കുകയും വാഹനം മറിച്ചിടാനുള്ള ഒരു ശ്രമവും ഉണ്ടായി. പക്ഷേ പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ആളുകളെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വാഹനത്തിനുള്ളിൽ വനം വകുപ്പ് ജീവനക്കാരുണ്ട്. അവർക്ക് നേരെയാണ് ഇവിടെ പുൽപ്പള്ളിയിലെ ജനങ്ങളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുന്നത്. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ പോലീസുകാരുണ്ട്. വനം വകുപ്പിന്റെ സഹായം തങ്ങൾക്ക് ആവശ്യമില്ല എന്ന കാര്യമാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധത്തിനൊടുവിൽ അവർ ഇവിടെ നിന്നും പോകാൻ തയ്യാറായെങ്കിലും ഇപ്പോൾ അവർക്ക് നേരെ വീണ്ടും പ്രകോപിതരായ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. കാരണം കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 3 ജീവനുകൾ പൊലിഞ്ഞിട്ടും വനം വകുപ്പിന് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. വാഹനത്തിന്റെ പുൽപ്പള്ളിയിൽ വലിയ ജനരോഷമാണ്. വനം വകുപ്പിന്റെ ജീപ്പ് നാട്ടുകാർ തകർക്കുന്നു. വനം വകുപ്പ് ജീവനക്കാർക്കെതിരെ വലിയ രോഷപ്രകടനമാണ് ഉണ്ടായിരിക്കുന്നത്. വനം വകുപ്പിന്റെ ജീപ്പ് അവിടെ ഉണ്ടായിരുന്നു, അവിടെ ജീവനക്കാരും ഉണ്ടായിരുന്നു. എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ഇവിടെ കാര്യങ്ങൾ നോക്കാൻ പോലീസുണ്ട്, വനം വകുപ്പിന്റെ സേവനം വേണ്ട എന്ന് പറഞ്ഞ് നാട്ടുകാർ കയർക്കുകയായിരുന്നു. പിന്നീട് വാഹനത്തിന്റെ കാറ്റൂരി വിട്ടിട്ടുണ്ട്. ജീപ്പിന്റെ മുകളിൽ കയറിയും മറ്റും നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. രാഹുൽ സുരേഷ് തുടരുന്നുണ്ട്. രാഹുൽ, വിവരങ്ങൾ? പുൽപ്പള്ളിയിലെ പ്രതിഷേധം അണപൊട്ടുന്നു. അത് ഓരോ നിമിഷവും വലിയ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം സമാധാനപരമായിരുന്നു ജനങ്ങളുടെ പ്രതിഷേധമെങ്കിൽ ഇപ്പോൾ പ്രകോപിതരായ ജനങ്ങൾ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വനം വകുപ്പിന്റെ നിരവധി വാഹനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ വാഹനങ്ങളിൽ വനം വകുപ്പ് ജീവനക്കാരും ഉണ്ടായിരുന്നു. അവർക്ക് നേരെയാണ് ഇപ്പോൾ ജനങ്ങളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നത്. തങ്ങളുടെ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടൽ നടത്താത്ത വനം വകുപ്പ് ജീവനക്കാരുടെ സേവനം പുൽപ്പള്ളിക്കാർക്ക് ആവശ്യമില്ല എന്നാണ് അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാഹനത്തിന്റെ സൈഡ് പഴുതി ഉൾപ്പെടെ കീറി എറിഞ്ഞിട്ടുണ്ട്. പക്ഷേ പോലീസ് കൃത്യമായി ഇടപെടൽ നടത്താനും ശ്രമിക്കുന്നുണ്ട്, ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ പിന്തിരിയാൻ തയ്യാറാകുന്നില്ല എന്നാണ്. മാത്രമാണ് ഇപ്പൊ പോലീസ് വണ്ടി വന്നത്, ഫോറസ്റ്റുകാരുടെ വണ്ടി വന്നത് ഇപ്പോ ഈ ജനങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ശരിക്കും കൊണ്ട് വരേണ്ട കാര്യമില്ല. ജനങ്ങളെ സംരക്ഷിക്കാണ് മൂലമാണ് പ്രതിഷേധം നടത്തുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് ഈ ഫോറസ്റ്റ് വണ്ടി കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? വെറുതെ പ്രോഗ്രാമിൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ വണ്ടി കൊണ്ടുവന്നത്. ഇത് തെറ്റാണ്. ഒരിക്കലും ഇത് അംഗീകരിക്കപ്പെടില്ല. സമാധാനപരമായിട്ടാണ് വേണു, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. വാഹനങ്ങൾ ഇവിടുന്ന് മാറ്റാതെ ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറില്ല എന്നാണ് വനം വകുപ്പ് ജീവനക്കാർ വ്യക്തമാക്കുന്നത്. പോലീസ് കൃത്യമായി ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷേ ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയുന്നില്ല. അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധം മുന്നോട്ട് വെക്കുകയാണ്. കാരണം അവരുടെ കൂടപ്പിറപ്പാണ്, അവരുടെ സുഹൃത്താണ്, അവരുടെ നാട്ടുകാരനാണ്. ഓരോ ആഴ്ചയും അവർക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി ഓരോ ആഴ്ചകളിലും
കഴിഞ്ഞ 3 ആഴ്ചക്കിടെ 3 ജീവനുകളാണ് ഈ പുൽപ്പള്ളി പ്രദേശത്ത് മാത്രം നഷ്ടമായത്. അതുകൊണ്ട് അവരുടെ വികാരങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാനാവില്ല, അവരുടെ പ്രതിഷേധങ്ങളെ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാനാവില്ല. കൃത്യമായ ഇടപെടൽ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ലെങ്കിൽ ഈ പ്രതിഷേധം തുടരാനാണ് നിലവിൽ അവരുടെ തീരുമാനം. വാഹനം തകർക്കാൻ രാഹുൽ, ഇപ്പോ സിദ്ദിഖ് അവിടെ എത്തിയിട്ടുണ്ടോ? നമുക്ക് പറയാം. ടയറിന്റെ വേണു, പോലീസിന്റെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ഇവിടെ ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ അതിന് കൂട്ടാക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ടി സിദ്ദിഖ് MLA ഇവിടുത്തെ ആളുകളുമായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവർ ഈ പ്രതിഷേധങ്ങളിൽ നിന്നും പിന്മാറാൻ തയ്യാറാവുന്നില്ല. ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ഈ വാഹനം കത്തിച്ചാലെങ്കിലും ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണണമെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വനം വകുപ്പ് ജീവനക്കാർ ഇവിടെ നിന്നും പോകാൻ തയ്യാറാവുന്നില്ല. മുമ്പ് നമ്മളോട് സംസാരിച്ച ആളുകൾ പറഞ്ഞതുപോലെ തന്നെ മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കാൻ വനം വകുപ്പ് ജീവനക്കാർ ശ്രമിക്കുകയാണ്. ഇവിടെ ആനകളെ തുരത്തേണ്ട വനം വകുപ്പ് ജീവനക്കാർ ഇവിടെ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്ത് എത്തേണ്ട യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് അവരിവിടെ നിന്നും പോകണം എന്ന കാര്യമാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. നമ്മളോട് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ടി സിദ്ദിഖ് MLA ഉള്ള ആളുകൾ എന്താണ് ഈ ആളുകളുടെ പ്രകോപനം, ആളുകളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം? അല്ല, ഈ ഫോറസ്റ്റ് ജീപ്പിൻ്റെ ഉള്ളിലും മനുഷ്യരാണുള്ളത്. അത് അനിയന്ത്രിതമായ സാഹചര്യത്തിലേക്ക് പോകരുത് എന്നുള്ളത് ഇവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞതാണ്. ഒരു രീതിയിലും നിയന്ത്രണം വിടാതെ ആ വണ്ടി കത്തിക്കുകയോ മറ്റുള്ള സാഹചര്യങ്ങളിലേക്കോ പോകാതെ സമാധാനപരമായി പോകണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. ജനം വല്ലാതെ നിയന്ത്രണവിധീതമായി പോകുന്ന ഒരു സാഹചര്യമാണ്. നിയന്ത്രിക്കാനുള്ള പ്രയാസത്തിലും ബന്ധപ്പാടിലുമാണ് എല്ലാവരും ഉള്ളത്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും വേണു, സമാധാനം എന്ന് പറയുന്ന സാധനം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഇവർ ഈ വെള്ളിട്ടിട്ട് ഇവിടെ വന്ന് സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് എവിടെ സമാധാനമുള്ള 2 ദിവസം ഹർത്താൽ നടത്തി ആർക്കായാലും എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ? അത് കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞില്ല. 7ാമത്തെ ദിവസം ഒരു മനുഷ്യൻ അയാൾ അവരുടെ ജീവിതം രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ വീട്ടുകാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി രാവിലെ ജോലിക്ക് പോകുന്ന, അല്ലാണ്ട് ഇവരെ പോലെ ഒന്നും കയ്യിലും പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതല്ല. എന്നിട്ട് ഇവരെ കൂടി ചട്ടത്തിൽ കാണിക്കുമ്പോൾ അതിന് തടയാൻ നിൽക്കുകയാണ് ചെയ്യണ്ടേ? ഇവർ പ്രതികരിക്കണ്ടേ? ഇവർ എത്ര വർഷമായിട്ട് ഇവിടെ ജയിപ്പിച്ചെടുത്ത ജനങ്ങളാ? എന്തെങ്കിലും പ്രകടനമാര് കാണിക്കുന്നുണ്ടോ? ഒന്നും കാണിക്കുന്നില്ല. പിന്നെ എന്നിട്ട് ഈ പറഞ്ഞ പോലെ ആരെങ്കിലും പ്രതികരിക്കാൻ വരുമ്പോഴത്തേക്കും എല്ലാത്തിനും ഒന്ന് വട്ടം നിന്നിട്ട് എന്താ കാര്യമുള്ളേ? മനുഷ്യന്മാരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ തീരുന്നുണ്ട്. ഇവർക്കൊക്കെ വേണ്ടി വോട്ട് ചെയ്യണം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇലക്ഷന്റെ കാര്യം മാത്രം ആയതുകൊണ്ടാണ് ഇവിടെ വെള്ളിയിട്ട് മനുഷ്യന്മാർ വന്നിട്ട് രാഷ്ട്രീയം നോക്കാതെ ഈ ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ജനിച്ചു വളർന്ന എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇവിടെ ജീവിക്കണമെങ്കിൽ മറ്റുള്ളവരെ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള. ഇവിടെ ആർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല? ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുന്നില്ല. ഒരു ജോലി എടുക്കാൻ പറ്റുന്നില്ല. രാവിലെ ഒന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എന്നിട്ട് അവന്മാർ പറയുന്നത് എന്താ പറയുന്നത്? ജനങ്ങളെല്ലാം കൂടി അടച്ചുമൂടി അല്ലെങ്കിൽ സംവിധാനം പാലിക്കുക. എവിടെ പാലിക്കണേ? ആരെന്തിനാ പാലിക്കണേ? ഇവിടെ ആരെ പാലിക്കണേ? ജനങ്ങളെ സംരക്ഷിച്ച് നമ്മുടെ പോലീസുണ്ട്. ഇപ്പൊ ഫോറസ്റ്റ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി, ഫോറസ്റ്റ് ഇവിടെ വന്നേ അവര് വരേണ്ട കാര്യമില്ല. ഇത് ജനകീയ പ്രക്ഷോഭം മാത്രമാണ്. ജനകീയ പ്രക്ഷോഭം മാത്രം. ഒരു പാർട്ടിയുടെ ഒരാളുടെ സപ്പോർട്ട്. 56 എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പൊ കടുവ ഇറങ്ങിയിട്ട് ഒരു പശുവിനെ പിടിച്ചിട്ടുണ്ട്. ആ പശുവിനെ കൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ട് കടുവ. ഇന്ന് രാവിലെ പണിക്ക് പോയ പണിക്കാർ കണ്ടു പശുവിനെ പിടിച്ച കടുവ. ഇപ്പൊ പശുവിനെ കൊണ്ട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ കടുവ നിങ്ങൾ നേരത്തെ തന്നെ വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതല്ലേ? എത്ര കാലമായിട്ട്? ഇന്ന് രാവിലെയാണ്. കടുവയുടെ പ്രശ്നം നിങ്ങൾ നിരന്തരം വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതല്ല? അറിയിക്കുന്നുണ്ട്. ഇവരൊരു കൂട് വെച്ചിട്ട് പോകാല്ലാണ്ട് ഇവർ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇതിന് മുന്നോട്ട് പോയിട്ടുള്ള നടപടികൾ ശക്തമായിട്ട് ഇവർ ചെയ്തില്ലെങ്കിൽ ഇവിടെയുള്ള പുൽപ്പള്ളിയിലുള്ള സകല ജീവികൾക്കും സകല മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടായിട്ട് പോവുകയുള്ളൂ. ഇവിടെ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിക്കൊണ്ട് കടുവയുടെ ശല്യം, കടുവേനെ ഫോറസ്റ്റുകാർ തന്നെ നേരിട്ട് കണ്ടു. അവർ തന്നെ അതിൻ്റെ വീഡിയോ എടുത്ത് ആ വീഡിയോ ആണ് ഇവിടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പിടികൂടുന്നതിനോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നതിന് ഇവർക്ക് താല്പര്യമില്ല. ഇതിനെ തള്ളിവിടുക എന്നുള്ളതല്ലാതെ വേറെ ഒരു നടപടി ഇവർ സ്വീകരിക്കുന്നില്ല. ഇരുട്ടിത്തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. ഇതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ഈ ഭരണകൂടം തന്നെയാണ്. ഇതിന് വേണ്ട നടപടി ചെയ്തു തന്നില്ലെങ്കിൽ ഈ സമരമൊന്നുമല്ല, ഇതിന് അപ്പുറത്തേക്ക് ഈ സമരങ്ങൾ എത്തിച്ചേരും. അതിൻ്റെ ഉത്തരവാദി ഇവിടുത്തെ ഭരണകൂടം മാത്രമായിരിക്കും എന്നാണ് ഇപ്പോൾ ഇവിടെ പറയാനുള്ളത്. വേണു, ഓരോ നിമിഷവും പ്രതിഷേധത്തിന്റെ രൂപവും ഭാവവും മാറുകയാണ്. ആദ്യഘട്ടത്തിൽ പ്രതിഷേധം സമാധാനപരമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ അതിപ്പോൾ അതിരുവിടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കാരണം അവരുടെ വികാരങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാൻ ഇവിടുത്തെ ആർക്കും സാധിക്കില്ല. കക്ഷി രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും ഈ വിഷയത്തിൽ ഇടപെടണം. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഇവിടെ എത്തേണ്ടത്. അവരുടെ കൂടെ ഓരോ പ്രശ്നങ്ങളിലും കണ്ടറിഞ്ഞ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഒപ്പം തന്നെ വനം വകുപ്പ് ജീവനക്കാരും അവിടെ ഉണ്ടാകണമെന്നാണ് പുൽപ്പള്ളിക്കാർ ഒരേ സ്വരത്തിൽ ഒന്നായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാത്ത പക്ഷം കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് പുൽപ്പള്ളിക്കാർ ഒരേ സ്വരത്തിൽ മുന്നോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വനം വകുപ്പിന്റെ വാഹനം ഇപ്പോഴും ഇവിടെ തന്നെ തുടരുകയാണ്. അതിനു ചുറ്റും നിരവധി ആളുകൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ വാഹനത്തിൽ
വാഹനത്തിനുള്ളിൽ വനം വകുപ്പ് ജീവനക്കാരുമുണ്ട്. ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടി പി സിദ്ദിഖ് അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും പോലീസും അവര് ഫോറസ്റ്റുകാര് വെള്ളമടിച്ച് പൂച്ചായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവർ ഈ സമരവേദിയിൽ വരേണ്ട കാര്യമില്ല. അവർ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ജനങ്ങളെ വെറും പൊട്ടന്മാരാക്കിക്കൊണ്ടാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഇത്രയും പ്രതിഷേധിച്ച് നിൽക്കുന്ന സ്ഥലത്ത് ഫോറസ്റ്റുകാർ ഇവിടെ എത്തേണ്ട കാര്യമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള സേവനം കൊടുക്കേണ്ട മേഖലയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ജനങ്ങളുടെ പ്രതിഷേധത്തെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് പോലീസാണ്. പോലീസുകാർ ഇവിടെ നിന്നോട്ടെ. ഫോറസ്റ്റ് ഇവിടെ എന്ത് കാര്യമാണുള്ളത്? ജനങ്ങൾക്ക് അതാ ചോദിക്കാൻ. ഇതിപ്പം മന്ത്രി വന്നിട്ട് പോയാൽ മതി. ഇല്ല പിടിയല്ല. മന്ത്രി വന്നിട്ട് ഇവിടുത്തെ ജനങ്ങളെ തീരുമാനം ഉണ്ടാക്കിയിട്ട് മാത്രമേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. വനം വകുപ്പ് മന്ത്രി സ്ഥലത്തേക്ക് ഒരു മന്ത്രി സ്ഥലത്തെത്തണം. സ്ഥലത്തെത്തി പോകുന്നുണ്ട്. ഇവിടെ എത്തണം. ഇവിടെ എത്തിയിട്ട് മാത്രമേ ഞങ്ങൾ വിടുള്ളൂ. അല്ല വിടൂല. വേണു, ഓരോ നിമിഷവും ആ പ്രതിഷേധം അങ്ങനെ തന്നെ തുടരുകയാണ്. നമ്മളിപ്പോൾ നാട്ടുകാരുടെ പ്രതികരണങ്ങളാണ് കേട്ടത്. അവർക്ക് കക്ഷിയോ രാഷ്ട്രീയോ ഒന്നും അവർക്കറിയേണ്ട. തങ്ങളുടെ വിഷയങ്ങളിൽ, തങ്ങളുടെ പ്രശ്നങ്ങളിൽ കൃത്യമായ ഇടപെടൽ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണം, വനം വകുപ്പ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നാണ് അവർ ഒറ്റക്കെട്ടായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വനം വകുപ്പ് വാഹനം ഇപ്പോഴും ഇവിടെ തന്നെ തുടരുകയാണ്. വനം വകുപ്പിന്റെ പ്രധാന ജോലി മൃഗങ്ങളെ ഓടിക്കുക, ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നീ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പക്ഷേ അവരിവിടെ എത്തി മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കുന്നു എന്നാണ് ഇവിടുത്തെ പുൽപ്പള്ളിക്കാർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വനം വകുപ്പിന്റെ വാഹനത്തിന് മുകളിൽ ആളുകൾ കയറിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ ഉണ്ട്. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾ അതിന് കൂട്ടാക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ഥലത്ത് പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ പോലീസിനും നിയന്ത്രിക്കാനാവുന്നതിനപ്പുറത്തേക്കാണ് പുൽപ്പള്ളിക്കാരുടെ പ്രതിഷേധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യായമാണ് അവരുടെ ആവശ്യമെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം അവർക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യമാണ് ഇല്ലാതായിരിക്കുന്നത്. അല്പം മുമ്പ് ഇന്നലെ രാവിലെ കാട്ടാനാക്രമണത്തിലാണ് പോൾ മരിച്ചിരുന്നെങ്കിൽ അല്പം മുമ്പ് ഈ പ്രദേശത്തെ കടുവയുടെ ആക്രമണം കൂടി ഉണ്ടായിരിക്കുന്നു. ഒരു പശുവിനെ കൊന്നു എന്ന വാർത്ത കൂടിയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അങ്ങനെ കടുവയായും ആനയായും അങ്ങനെ ഓരോ വന്യജീവികളുടെ ആക്രമണം ഈ പുൽപ്പള്ളിക്കാർ, മാനന്തവാടിക്കാർ, വയനാട്ടുകാർ അങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ പ്രതിഷേധം അണപൊട്ടി പുറത്തേക്ക് വരുന്നു എന്നാണ് ഇവിടെ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള ദൃശ്യങ്ങളും അത്തരത്തിലുള്ള കാഴ്ചകളുമാണ് പുൽപ്പള്ളിയിൽ നിന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. വേണു, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പുൽപ്പള്ളിയിൽ വലിയ ജനരോഷം. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ജനങ്ങളുടെ പ്രതിഷേധം അണപൊട്ടിയത്. വനം വകുപ്പിന്റെ ഒരു ജീപ്പ് അവിടെ ഉണ്ടായിരുന്നു. നാട്ടുകാർ സമാധാനപരമായി പ്രതിഷേധിക്കുന്ന സ്ഥലത്താണ് വനം വകുപ്പ് ജീവനക്കാർ വന്ന വാഹനം നിർത്തിയിട്ടിരുന്നത്. ജീപ്പിനുള്ളിലായിരുന്നു വനം വകുപ്പ് ജീവനക്കാർ. എന്നാൽ നാട്ടുകാരുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകാൻ കഴിയാത്ത വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ എന്തിനിവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രോശത്തോടെ അവർ എത്തുകയും അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ജീപ്പിന്റെ കാറ്റഴിച്ചു വിട്ടു. ജീപ്പിന്റെ സൈഡിലെ ഷീറ്റ് വലിച്ചു കീറി. ജീപ്പിന് മുകളിലും കയറി നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായി. ടി സിദ്ദിഖ് MLA ആളുകളെ ശാന്തരാക്കാൻ അവിടെ എത്തിയെങ്കിലും സിദ്ദിഖിന് നേരെയും ജനങ്ങളുടെ രോഷപ്രകടനമുണ്ടായി. തെരഞ്ഞെടുപ്പ് ഘട്ടമായതുകൊണ്ടാണ് വെള്ളയും ഇട്ടപ്പോൾ രാഷ്ട്രീയക്കാർ വരുന്നത്. ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു, ആ കാര്യങ്ങളിലൊന്നും കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ് രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെയും ജനങ്ങൾ തിരിഞ്ഞു. ഇന്നിപ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വയനാട് ജനത ഒന്നടങ്കം പ്രതിഷേധത്തിലാണ്. അവിടെ ഹർത്താൽ പൂർണ്ണമാണ്. ആ ഘട്ടത്തിലും സിദ്ദിഖ് അടക്കമുള്ളവർക്കെതിരെ ജനം തിരിഞ്ഞു എന്നത് അവിടുത്തെ ജനരോഷം എത്രമാത്രം രൂക്ഷമാണ് എന്നതിന്റെ തെളിവാണ്. ഇപ്പോഴും അവിടെ ജനങ്ങൾ പ്രതിഷേധത്തിലാണ്. പോലീസിന് ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഫോറസ്റ്റ് ഓഫീസ് ജീവനക്കാർ ഇപ്പോഴും വാഹനത്തിനകത്താണ്. അതിനകത്തും മനുഷ്യരാണ്. അവർക്കെതിരെ അതുകൊണ്ട് അക്രമം പാടില്ല എന്നൊക്കെ സിദ്ദിഖ് പറയുന്നുണ്ടായിരുന്നെങ്കിലും കൂവി വിളിച്ചാണ് പ്രതിഷേധക്കാർ അവരുടെ പ്രതിഷേധം തുടർന്നത്. ഇപ്പോഴും ഫോറസ്റ്റ് ജീവനക്കാർ ജീപ്പിനകത്തുണ്ട്. അവരവിടെ നിന്ന് പോകാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ തടഞ്ഞിരിക്കുകയാണ്. വാഹനം തടഞ്ഞിരിക്കുന്നു, ജീവനക്കാരെ തടഞ്ഞിരിക്കുന്നു. ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. ഒരിക്കൽ കൂടി അവിടുത്തെ ദൃശ്യങ്ങളിലേക്ക്. രാഹുൽ സുരേഷ് തുടരുന്നുണ്ട്. രാഹുൽ, ഈ പോലീസുകാർക്ക് പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നാണോ? പ്രതിഷേധം തുടരുകയാണോ? എന്താണ് ഈ ഫോറസ്റ്റ് ഓഫീസർമാരുടെ അവസ്ഥ?
വേണു, വനം വകുപ്പ് ജീവനക്കാരെയും വാഹനവും ഇപ്പോഴും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിന് തടഞ്ഞു വെച്ചിരിക്കുന്ന കാരണം ഇവരോട് തന്നെ ചോദിക്കാം. എന്താണ് നിങ്ങൾ വാഹനം തടഞ്ഞു വെക്കാനുള്ള കാരണം? വനംവകുപ്പ് ജീവനക്കാരൻ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അത് നല്ല മണം വരുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും ശരിയാണെന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷെ വാഹനം തടഞ്ഞു വെച്ചത് മദ്യപിച്ചതിൻ്റെ പേരല്ല. ഇവിടെ നീതി കിട്ടാൻ വേണ്ടി ഇവിടെ വരേണ്ട മേലുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇവിടെ എത്തണം. അവർ വരാതെ ഞങ്ങൾ വിടില്ല. ഇവിടുന്ന് ബോഡി എടുക്കാനും സമ്മതിക്കില്ല. ഇവിടെ കളക്ടർ മുതലുള്ള മുഴുവൻ ആൾക്കാർ ഇവിടെ വന്നേ പറ്റുള്ളൂ. മദ്യപിച്ചതിൻ്റെ പേരിൽ മാത്രമല്ല, ഇവിടെ നീതി കിട്ടണം ഞങ്ങൾക്ക്. അതിനുവേണ്ടി മാത്രമാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇവിടെ മേലുദ്യോഗസ്ഥന്മാർ മൊത്തം വരാതെ ഇവിടുന്ന് 1 ഇഞ്ച് പോലും ആരും അനങ്ങില്ല. അത് ശക്തമായ ഞങ്ങളുടെ തീരുമാനമാണ്. കളക്ടർ വന്നതിന് കളക്ടർ DO അടക്കമുള്ള ആളുകൾ ഇവിടെ വന്നതിന് ശേഷം മാത്രമേ ഇവിടുന്ന് അനക്കാൻ ഞങ്ങൾ ഒരു പൊടി പോലും അനക്കുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾ വയനാട് ജില്ല മുഴുവൻ സംതൃപ്തിക്കും. ഞങ്ങളുടെ മേലിൽ ആരുടെ പേര് അക്രമത്തിന് നേരെ കേസെടുക്കുകയും ചെയ്താൽ ഒരു പോലീസ് ഞങ്ങൾ വെറുതെ വിടില്ല. ഒരു സംശയം വേണ്ട. കളക്ടർ അടക്കം DF അടക്കം ഇവിടെ വന്ന് തീരുമാനം ഉണ്ടാക്കി ആ കുടുംബത്തിന് നഷ്ടപരിഹാരം അടക്കം കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടാക്കിയാൽ മാത്രമാണ് ഈ ബോഡി ഇവിടെ എടുക്കാൻ അനുവദിക്കുകയുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത് 50 ലക്ഷം രൂപ വീതം ആ കുടുംബത്തിന് കൊടുക്കണം. ഭാര്യയ്ക്ക് ജോലി കൊടുക്കണം. മോൾക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസത്തിലുള്ള മുഴുവൻ സഹായങ്ങളും ചെയ്താൽ മാത്രമാണ് ഈ ബോഡി ഇവിടെ അനുവദിക്കുകയുള്ളൂ എടുക്കാൻ. പുൽപ്പള്ളിക്കാരുടെ ഞങ്ങൾ ഒരു 2 മാസമായിട്ട് സമാന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുൽപ്പള്ളി മുള്ളംകല്ലി പഞ്ചായത്തിൽ ഇതിനോടകം ആടിനെയും പശുവിനെയും ഒക്കെ കൊന്നു. ആന ചവിട്ടി കൊന്ന 2 പേര് ഈ 2 ആഴ്ചക്കുള്ളിലാണ് നടന്നത്. എന്നിട്ടും വനപാലകർ വേണ്ട രീതിയിലുള്ള പെട്രോളിംഗ് ഇല്ല. ഇപ്പോൾ ഇതാ ആന ചവിട്ടിക്കൊന്നതിൻ്റെ പേരിലുള്ള പ്രതിഷേധം നടക്കുന്ന സമയത്ത് തന്നെ തൊട്ടടുത്ത് കടുവ 2 കിലോമീറ്ററിനുള്ളിൽ കടുവ ഒരു പശുവിനെ കൊന്നിരിക്കുന്നു. ആ പശുവിനെയും ആയിട്ട് വരുന്ന ജനാവലിയാണ് ഈ കാണുന്നത്. അതിനെതിരെ ഫോറസ്റ്റുകാരുടെ ധിക്കാരപരമായ നടപടി. ഇവിടെ കൂടി നിൽക്കുന്ന ജനത്തിൻ്റെ ഇടയ്ക്കോട്ട് വണ്ടി കയറ്റി അവരോട് ധിക്കാരപരമായി സംസാരിച്ചതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഫോറസ്റ്റ് വണ്ടി ഉദ്യോഗസ്ഥരെ അടക്കം ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. അതിൽ 1-2 പേർ മദ്യപിച്ചിട്ടുണ്ട്. അവരെ വൈദ്യപരിശോധന നടത്തണമെന്ന് ഇവിടുത്തെ ആവശ്യം. ശക്തമായ സമരമുറകളുമായിട്ട് ഇതിന് ഒരു പരിഹാരമാകുന്നിടം വരെ ഇവിടുത്തെ ജനം തെരുവിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വേണു, പ്രതിഷേധം അതുപോലെ തന്നെ തുടരുകയാണ്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഫോറസ്റ്റ് വാഹനത്തിന് റീത്ത് വെച്ചിരിക്കുന്ന കാഴ്ചയാണ്. അവർക്ക് പുൽപ്പള്ളിക്കാർക്ക്, ഇവിടുത്തെ സാധാരണക്കാർക്ക് യാതൊരു പ്രയോജനമില്ലാത്ത ഫോറസ്റ്റ് വാഹനത്തിന് മുകളിലാണ് അവർ റീത്ത് വെച്ചതായി പറയുന്നത്. അവരുടെ പ്രതിഷേധം അത് ഓരോ രീതിയിലും ഓരോ ഭാവത്തിലും ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പുൽപ്പള്ളിക്കാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. അതായത് ഫോറസ്റ്റ് ജീവനക്കാരോട് സംസാരിക്കാൻ ഇവർ ശ്രമിച്ചിരുന്നു. ഇവിടെ നിന്നും മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവർ ഇവിടെ നിന്നും പോകാൻ തയ്യാറായില്ല. മാത്രമല്ല, ധിക്കാരപരമായി ഇവിടുത്തെ ജനങ്ങളോട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സംസാരിച്ചു എന്നാണ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇതിൽ ഈ വാഹനത്തിലുള്ള ചില ആളുകൾ മദ്യപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വൈദ്യപരിശോധന ഉൾപ്പെടെ നടത്താൻ തയ്യാറാകണം. ഈ ജീവനക്കാർ മദ്യപിച്ചതായുള്ള സംശയം ഇവിടുത്തെ ആളുകൾക്കുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തണമെന്നാണ് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആ പ്രതിഷേധം പല രീതിയിൽ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അല്പം മുമ്പ് കടുവയുടെ ആക്രമണത്തിൽ ഒരു പശു ചത്തതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആ പശുവിന്റെ ജഡവുമായി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുൽപ്പള്ളി നഗരത്തിലേക്ക്, നമ്മളിപ്പോൾ ഉള്ള പുൽപ്പള്ളി നഗരത്തിലേക്കാണ് ആ കടുവ കൊന്ന പശുവിന്റെ ജഡവുമായി ഇവിടേക്ക് എത്തുന്നത്. അങ്ങനെ ഈ രീതിയിലുള്ള പ്രതിഷേധം ഓരോ നിമിഷവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ ആനയുടെ ആക്രമണത്തിൽ മരിച്ച പോളിന്റെ മൃതദേഹം തൊട്ട് സമീപത്തായി ഇപ്പോഴും തുടരുന്നുണ്ട്. ആളുകളുടെ പ്രതിഷേധം ആ ഭാഗത്തും തുടരുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകളാണ് ഈ പ്രതിഷേധത്തിൽ ഇപ്പോഴും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ജില്ലാ ഭരണകൂടം വിളിച്ച ജില്ലാ ഭരണകൂടത്തിന്റെ യോഗം തൊട്ടപ്പുറത്ത് പഞ്ചായത്ത് ഹാളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.